Happy birthday, your beauty. Dear Joseph, you are turning 80. Wish you a very, very happy birthday. God bless you with abundant grace, with good health, and with joy in life. The family will be getting together to celebrate. I spiritually join you in the celebration, and I wish everybody, the whole family, the joy of the day. God bless you all. ബഥിനി കുടുംബത്തിലെ ഒരു അംഗമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോർജ് സാറ് സദാഭിഷിക്തനാവുകയാണ്. അതായത് ധന്യമായ 80 വർഷങ്ങൾ പിന്നിടുകയാണ്. ഔറംഗാബാദ് മലങ്കര കത്തോലിക്ക കൂട്ടായ്മയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച അതിന്റെ നെടുന്തൂണായ പ്രിയപ്പെട്ട ജോർജ് സാറിന് ആയുരാരോഗ്യവും ദൈവാനുഗ്രഹവും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. പ്രിയപ്പെട്ട ജോർജ് സാറെ, ജന്മദിനത്തിന്റെ എല്ലാ ആശംസകളും പ്രത്യേകമായിട്ട് നേരുന്നു. 80 വർഷക്കാലം ദൈവം വഴി നടത്തിയ പ്രത്യേക കൃപയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും കരുതാനുമുള്ള സാറിന്റെ വലിയ മനസ്സ് ഞാനും ജീവിതത്തിൽ അനുഭവിച്ചതാണ്. 80 വയസ്സിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. എല്ലാ ആശംസകളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥനകളിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇനിയും അനേക വർഷം നമുക്ക് സെഞ്ചുറിയൊക്കെ അടിച്ച് മുന്നോട്ട് പോകാനായിട്ട് ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആരോഗ്യവും ആശംസകളും പ്രത്യേകമായിട്ട് നേരുന്നു. Happy 80th birthday, George sir. May you be blessed with good health, peace of mind, and lots of happiness. Stay blessed always. Happy 80th birthday, George sir. Have a wonderful year. Thank you so much. I always remember you for being my best basketball coach and for all the help that you did for me in my English and all the good times that I spent at your home with Rosama auntie and with everybody. We both wish you a very, very happy birthday. Hello, George sir. A very happy birthday to you. A milestone birthday. 80 years. It's a great achievement in life. God bless you and keep you to see many, many more happier ones to come with your loved ones. Happy, happy birthday and wishing you all the best. May you be pampered and loved today and always. I hope you are having a wonderful time. May God bless you with health, happiness, and peace. With love and best wishes from Patricia, Judith, Rahul, and families. God bless you. Take care. Enjoy your special day.
Dear sir, wishing you a very happy birthday. You're my favorite teacher from school, especially as my best memories are from the basketball court. Always admired your discipline, your honesty, and looked at you as a role model. Thank you for all that you did for your students. Your patience, grace, composure are all what we learn to strive to be. Wishing you good health and much joy. ഹാപ്പി ബർത്ത്ഡേ വല്യപ്പ. ജോർജുട്ടി ചായ ഒത്തിരി 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 ജന്മദിനാശംസകൾ. ജോർജുട്ടി ചായ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ജോർജ് ചായ. കൂടുതൽ ആയുസ്സും ആരോഗ്യം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 80-ാം ജന്മദിനം ആഘോഷിക്കുന്ന ജോർജ് കുട്ടിച്ചായന് പിറന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ഇനി മുൻപോട്ടുള്ള ജീവിതവും നല്ല ആരോഗ്യവും സന്തോഷവും നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്ര നാളും കാത്തു പരിപാലിച്ച സർവേശ്വരന് നന്ദി അർപ്പിക്കാം. നേരിൽ കണ്ടിട്ട് വളരെ കാലമായെങ്കിലും പണ്ടത്തെ ഓർമ്മകൾ, അത് നാട്ടിലേതും ഔറംഗാബാദിനെയും ഒക്കെ ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. റോസാമയെയും സ്വീറ്റിയെയും ബെറ്റ്സിയെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവരെയും സർവേശ്വരൻ കാത്തു പരിപാലിക്കട്ടെ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പറന്നു നടക്കുന്ന ജോർജ് സാറാണുള്ളത്. ജോർജ് ചായ ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നേരുന്നു. സ്നേഹപൂർവ്വം കാലിഫോർണിയയിൽ നിന്ന് തോട്ടുങ്കൽ തമ്പിച്ചനും കുടുംബവും. ഹലോ, 18th ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജോർജ് ചായന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. റോസമ്മാമയും മക്കളെയും അന്വേഷണം അറിയിക്കുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത് തോട്ടുങ്കലെ ജോളിക്കുട്ടിയാണ് ഈ പറയുന്നത്. ജോർജ് ചായന് എന്നെ കൊച്ചിലെ പഠിപ്പിച്ച ഒരു പാട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതൊന്ന് പാടാൻ നോക്കുക കേട്ടോ. ആന ആറാട്ട് ഈച്ച ഇരണ്ട് ഊത്ത ഊഞ്ഞാലേ ഏണിയേലക്ക ചക്കര കണ്ടാലെത്തും ചുറ്റിപ്പറ്റി നടക്കും ഓടിച്ചാലും ഓടിച്ചാലും പിന്നെയും എത്തുവതാരാണ്. ജോർജ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. Dear George Kuti uncle, wishing you a very happy birthday. May the good Lord bless you with good health, peace and happiness. We love you for the awesome human being you are. Have a great day and a fabulous year ahead. God bless you and our Rosam auntie too. Take care. Wishing you a very happy birthday, Papa. It's an octogenary 80th birthday. Shatabhishegam Malayalam, I think so. And it's a like 80 years of longevity, resilience, and with full of experience. Well, my most memorable moments with Papa, Betsy has given a task to everybody that they have to say most memorable moments. But I don't have one or two. There are many memories. And if you say today we are what we are today is only because of you, Papa. You never like you never saw us like nothing, like we are at par with the boys. And in my childhood, at that time I used to feel it during my 7th standard. You know, Papa used to take me 7th and 8th standard. He used to take me to the bank and just he will drop me and he'll just leave. And I would like, no, you have to, he will just, Papa will give me, you have to take the toll. So from that point, why I have to do? I used to go to the gas station and bring the gas in the rickshaw.
But then, these all small moments have made me independent. Literally independent. He has not seen a difference between a boy and a girl. And you know, Papa, I love you. You and Mama are the bestest gift that God has given to all three of us. Betsy, Vincy and myself. And I don't have words to say, but there are many things. Happy 80th birthday, Papa. Happy 80th birthday, Papa. പപ്പ 100 വർഷം തികയ്ക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. അതുപോലെ തന്നെ പപ്പയെ കുറിച്ച് പറയാനുള്ള ഒരു ഇതും, എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാനുള്ള ഏറ്റവും നല്ല കോൺഫിഡൻസ് ഉള്ളത് പപ്പയാണ്. എവിടെ നിന്നല്ല, ഇന്ത്യ മൊത്തം പോകാനുള്ള ഒരു എനർജി തന്നത് പപ്പയാണ്. പിന്നെ അതുപോലെ തന്നെ പപ്പയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് സ്ക്രൂ ചെയ്യാൻ പപ്പ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്റെ പപ്പയെക്കാട്ടിലും കൂടുതൽ ഞാൻ പപ്പയെ സ്നേഹിച്ചു. Many happy returns of the day, Papa. There are lot of moments that are flashing right now as I speak. We used to play cards during our summer vacation. അതിന്റെ ബെസ്റ്റ് മൊമെന്റ്സ് ആ. പിന്നെ രാവിലെ 5 മണിക്ക് എണീച്ച് നമ്മള് ഗ്രൗണ്ടില് ഓടുമായിരുന്നു, preparing me for race, badminton, basketball, and you are my biggest supporter and you are my motivator. There are many things that are flashing right now. I love you a lot, Papa. പിന്നെ ഒരു മൊമെന്റ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. when was a child, you don't need to educate them or spend money on their education because they have to go into some other house. But for you, your kids should be independent, and that was your aim. And you and Mama has done everything so that we are independent. And my only aim in life used to be that I would always be there to take care of you. We love you a lot. Hello, Papa. Wish you many happy returns of the day and have a good one. Cheers. Happy birthday, Appacha. We love you, Umma. Happy birthday, Appacha. Umma. Happy birthday, Appacha. God bless you. Happy birthday, Appacha. May God bless you. Happy 80th birthday, Villappa. God bless you. God bless you. We love you. We love you. Hi, Villappa. Wishing you many happy returns of the day. God bless you. Happy birthday, Villappa. Happy birthday, Villappa. May God bless you and protect you always. I truly admire you, Villappa, and I respect you a lot. പിന്നെ വല്യപ്പയുടെ ഓർമ്മകൾ കുറേ ഉണ്ട്. അതിൽ എനിക്ക് ഓർമ്മ വരുന്നത്, വല്യപ്പ എന്നോട് പണ്ട് ഒരിക്കൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം വല്യപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ലൈഫിൽ ഒന്നെങ്കിൽ പ്രായമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രായം വരെ നമുക്ക് കഷ്ടപ്പെടണം. ഞാൻ 10th പഠിച്ചുകൊണ്ടിരുന്നപ്പം വല്യപ്പ എന്നോട് പറഞ്ഞതാ, നമ്മൾ ഒരു പ്രായം വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് ആ ഫ്രൂട്ട് ഒരു കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് വല്യപ്പ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ 10ാം ക്ലാസ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം വല്യപ്പ രാവിലെ എഴുന്നേറ്റിട്ട് കോഫി ഉണ്ടാക്കുമായിരുന്നു. കോഫി ഉണ്ടാക്കി വല്യപ്പ എനിക്കും കൊണ്ടു തരുമായിരുന്നു. അതൊക്കെ എൻ്റെ കുറേ ഓർമ്മകൾ. പിന്നെ ഒരു ഓർമ്മയുള്ളത്, വല്യപ്പ എന്നെ ട്യൂഷനിൽ വിടുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ വല്യപ്പ എന്നെ ട്യൂഷനിൽ വിടുമ്പോൾ ഒരു പ്രാവശ്യം വണ്ടിയിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് വല്യപ്പ വണ്ടി
പോയി. പക്ഷെ ഞാൻ കയറിയില്ലായിരുന്നു. അപ്പം എനിക്ക് വണ്ണം ഇല്ലാത്തതുകൊണ്ട് വല്യപ്പ അറിഞ്ഞില്ല ഞാൻ വണ്ടിയിലില്ല എന്ന്. എന്നിട്ട് വല്യപ്പ പോയി ആ റെയിൽവേ ക്രോസിങ്ങിന്റെ സമയത്താണ് വല്യപ്പ അറിയുന്നത് ഞാൻ പുറകിലില്ല. അപ്പോൾ വല്യപ്പ തിരിച്ചു വന്നിട്ട് വല്യപ്പ പറഞ്ഞു ഞാൻ വിചാരിച്ചു നീ പറന്നു പോയില്ല. അങ്ങനത്തെ ഓർമ്മകളാണ് വല്യപ്പ എനിക്കുള്ളത്. ശരിക്കും ഐ ഫീൽ ബ്ലെസ്ഡ് to have you in our family or in my life. I was able to know you, Valliyappa. Anything you want to say? Yes. May God bless you. Thank you, Valliyappa. Bye. Take care. Bye-bye. Hi. Happy birthday to you. Cake. പിന്നെ Yummy. പിന്നെ യേശു യേശുപ്പാ bless you. Umma. Bye. See you. Bye. Bye. See you. Happy birthday, Valliyappa. Happy 80th birthday, Valliyappa. ഫേവറേറ്റ് മെമ്മറീസ് എന്ന് പറയാൻ കുറെ മെമ്മറീസ് ഉണ്ട്. അതിനകത്ത് നിന്ന് ഏറ്റവും കോർ മെമ്മറി എന്ന് പറഞ്ഞാൽ പണ്ട് കൊച്ചിലെ അവിടെയുള്ള തടാകം പോലുള്ള സ്ഥലത്ത് ചെടിയുടെ ഇടയ്ക്ക് വല്യപ്പ അവിടെ ഇരുന്ന് പൈനാപ്പിളോ ആപ്പിളോ ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവിടെ കഴിക്കാൻ ഓടി നടക്കുന്ന ആ ഒരു സീൻ, ആ ഒരു മെമ്മറി നല്ല ഇതായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ ഉള്ളത് രാവിലെ വല്യപ്പ എണീച്ച് വരുമ്പോ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് വരുമ്പോ ഞങ്ങളുടെ പേര് ടോർച്ചടിച്ച് ഓരോരുത്തരെ നോക്കും. ഞങ്ങൾ എല്ലാരും അവിടെ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ഞങ്ങളെ വന്നിട്ട് വിളിക്കുന്ന മോനെ എണ്ണീര് പഠിക്കണ്ടേന്നൊക്കെ പറഞ്ഞ് എണ്ണീപ്പിക്കുന്നത് ഓർമ്മയുണ്ട്. പിന്നെ രാത്രി ഞങ്ങൾക്ക് നല്ല കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് തരും. എണ്ണിച്ചിരുന്ന് പഠിക്കാനായിട്ട് പറയാനുള്ള ഇതാത്. പക്ഷെ ആ കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ആ ഒരു ഓർമ്മയുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് എന്തോ വല്യപ്പോ ഞങ്ങൾ 3 പേരെ വിളിച്ചോണ്ട് വരാൻ നേരത്ത് ബൈക്കിൽ ഫ്രണ്ടിൽ പുറകെ അഭീഷാണ് പുറകെ ഞാൻ. അന്ന് വീണ ഒരു മെമ്മറി ഓർമ്മയുണ്ട്. ചെല്ലക്കകത്ത് വീണ കാലൊക്കെ പിടിച്ച് അവൾ എനിക്ക് പുറത്തു തന്ന മെമ്മറി ആയിരുന്നു. അതും ഒരു വലിയൊരു മെമ്മറിയാ ഓർമ്മയുള്ളത്. ഹാപ്പി 80th ബർത്ത്ഡേ. എൻ്റെ വല്യപ്പാടെയും ഏറ്റവും സ്പെഷ്യൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്പെഷ്യൽ ബോണ്ട് തന്നെ. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചിലത്തെ ബാസ്കറ്റ് ബോൾ ട്രെയിനിങ്, പിന്നെ എൻ്റെ ഫസ്റ്റ് ബൈക്ക്, ആദ്യമായിട്ട് എന്നെ ബൈക്ക് പഠിപ്പിച്ച വല്യപ്പ, കാറും. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾ വണ്ടി പഠിച്ചിട്ട് ഡയറക്റ്റ് ഇവിടുന്ന് കേരള പോകാനൊക്കെ വല്യപ്പാൻ്റെ ഞങ്ങളുടെ പുറത്തുള്ള ട്രസ്റ്റ് ആർക്കും അത് ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഫാദർ ഫിഗർ എല്ലാ സമയത്തും ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ആള്. ഞാൻ വല്യപ്പായെ കാണുന്ന ഒരു നോട്ട് പോലെ മുഴുവൻ വീടിനെ കംപ്ലീറ്റ്ലി കമ്പൈൻ ചെയ്ത് പിടിച്ചു വെക്കുന്ന ഒരു എൻറ്റിറ്റി ആയിട്ട്. എനിക്ക് പറയാനായിട്ട് വേർഡ്സ് ഇല്ല. ബട്ട് ഐ വാണ്ട് ടു സേ ദാറ്റ് ഐ ലവ് യു ആൻഡ് യു ആർ ആൻ ഇൻസ്പിറേഷൻ ടു ഓൾ ഓഫ് us. 80th ബർത്ത്ഡേ വല്യപ്പ. വല്യപ്പയുടെ കൂടെ എനിക്കുള്ള എൻ്റെ ഫേവറേറ്റ് മൂമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം മൂമെൻറ്റ് വല്യപ്പയുടെ കൂടെ ഫേവറേറ്റാണ്. ഇനി കൊച്ചിലെ വല്യപ്പ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പം ഞങ്ങൾ സൈഡിൽ വന്നിരിക്കുന്നതും ഞങ്ങളുടെ ചാൻസ് വെയിറ്റ് ചെയ്യുന്നതും, പിന്നെ വല്യപ്പ ഗ്രേപ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വല്യപ്പയ്ക്ക് എന്താ മലയാളം അറിയത്തില്ല എന്ന് പറഞ്ഞതും, പിന്നെ ഒരു ടീച്ചറായിട്ട് വല്യപ്പ എല്ലാം സ്റ്റുഡൻസിനോടും ഒരുപോലായിരുന്നു. എൻ്റെ ഇംഗ്ലീഷിൻ്റെ അസൈൻമെൻറ്റിനകത്ത് വല്യപ്പ അസൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്ന നേരത്ത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെന്ന് പറഞ്ഞ് വല്യപ്പയുടെ ക്യാബിനിൽ നിന്ന് താഴെ കമ്പ്യൂട്ടർ റൂമിനകത്ത് വന്ന് വല്യപ്പ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തത് അവള് ട്രൈ ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവള് ഒത്തിരി മുമ്പിലോട്ട് പോകുമെന്ന് പറഞ്ഞത്, അതെല്ലാം ഒരു ഇൻസ്പയറിങ് മൂമെൻറ്റാണ്. പിന്നെ കൊച്ചിലെ ഡോളി സിസ്റ്ററിൻ്റെ കൂടെയുള്ള ഇൻസിഡൻറ്റ്, പിന്നെ ബെർലീച്ചി നമ്മളും എല്ലാവരും ചെള്ള വീണപ്പോൾ ഉള്ള ഇൻസിഡൻറ്റ്, എൻ്റെ വല്യപ്പയുടെ കൂടെ ഉള്ള മൂമെൻറ്റ്സ് എല്ലാം സ്പെഷ്യലാണ്. ഇതുവരെ എനിക്ക് സ്പെഷ്യലാണ്. വല്യപ്പ എൻ്റെ മോട്ടിവേഷനാണ്.
എന്നെ എന്നും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. എനിക്ക് പാടാൻ എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചപ്പം എന്നെ എന്നും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വല്യപ്പ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റമായിട്ടുള്ള ഒരു വല്യപ്പ. ഞങ്ങളെ വല്യപ്പ മാത്രമായിട്ടല്ല, സ്വന്തം പപ്പ ആയിട്ട് ഞങ്ങളെ വളർത്തിയ ഞങ്ങളുടെ വല്യപ്പ. താങ്ക്സ് അലോട്ട് വല്യപ്പ. എന്നും വല്യപ്പയ്ക്ക് ഞങ്ങളെല്ലാവരും വല്യപ്പയുടെ പിള്ളേർ തന്നെ. I love you a lot. Thank you, Vallappa. And once again, many happy returns of the day. Bye. Happy 80th birthday, Vallappa. ഈ ഒരു മിനിറ്റോ 2 മിനിറ്റോ it's not more than sufficient to express what we feel about you or whatever the memories we have with you. But I'll just share 2 or 3 moments with you. That is, ഇന്ന് ഞാൻ ഇവിടെ എന്തെങ്കിലും ആണെങ്കിൽ that's because of you, and there's a biggest hand in ഒത്തിരി വലിയൊരു കൈയുണ്ട് വല്യപ്പടനകത്ത്. ദെൻ വേറൊരു സ്മോൾ മൊമെന്റ്സ് ആണ്, ബട്ട് നമ്മളൊരു വട്ടം റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പോയപ്പം I was not having a ചെരുപ്പ്, and you just came from the left side and you just hold me, കൈ എടുത്തോണ്ട് പോയിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. And that all moments have touched a lot, because you have cared more than our parents, and many are there. And so I'll just share that happy 80th, and idilum mumbilotte we want you to be with us. Thank you. ഹാപ്പി ബർത്ത്ഡേ അപ്പച്ച. എന്റെ 2 ഏറ്റവും മെമ്മറബിൾ മൂമെന്റ്സ് ആയിരുന്നു. ഒന്ന്, എനിക്ക് എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരാൻ നേരത്ത് എനിക്ക് കിൻഡർ ജോയ് മേടിച്ചായിരുന്നു. പിന്നെ രണ്ടാമത്തെ, ഞാനും അപ്പച്ചന്റെ കൂടെ പപ്പയുടെ ഒരു വഴക്കുണ്ടായത്. ഇത് ഏറ്റവും മെമ്മറബിൾ മൂമെന്റ്സ് ആയിരുന്നു. There are many more, and I want to create many more with you. Happy birthday, Appacha, and my favorite moments are you cutting pineapple for me, or playing badminton with me, or even volleyball. I love you.